രാജീവേട്ടനെ കാണണം. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേച്ചി. ഓപ്പറേഷൻ തിയേറ്റർ ദേ അങ്ങോട്ടാ. ചേച്ചി കരയില്ലേ? ഇങ്ങനൊരു യാത്ര ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങള് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അല്ലെങ്കിലും പെൺകുട്ടികളെ എപ്പോഴും സ്വാധീനിക്കുന്നത് അവരുടെ അച്ഛന്മാരാ. അല്ല, പിന്നെന്തൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ? ഞാൻ വക്കീലാവണോന്ന് ആദ്യം എന്നോട് പറഞ്ഞത് എന്റെ അച്ഛനാ. ഓ, അന്ന് എനിക്കൊരു 3-4 വയസ്സ് കാണും. പഠിപ്പിച്ച് നിന്നെ ഞാനൊരു വക്കീലാക്കുമെന്നും പറഞ്ഞ് എന്നെ എടുത്തുയർത്തിയ അച്ഛനെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായില്ല. വിഷമിപ്പിക്കുന്ന കാര്യങ്ങള് ഓർക്കാതിരിക്കുന്നേ നല്ലത്. ഓർക്കാനും മറക്കാനും ഒക്കെ വേറെന്തെങ്കിലും വേണ്ടേ? സത്യം പറഞ്ഞ ചിപ്പിമോളുടെ കാര്യം പറഞ്ഞപ്പോ ഞാനും കൂടി വരാന്ന് പറഞ്ഞത് അതുകൊണ്ടാ. അവളുടെ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ അവളുടെ മുഖത്തെ ആ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ദത്തെടുക്കപ്പെട്ട ജീവിതം സന്തോഷകരമാണെങ്കിൽ പോലും അനാഥത്വം എപ്പോഴും അനാഥത്വം തന്നെയാ. ചിപ്പിമോള് അച്ഛനെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. എന്റെ അമ്മയുടെ കാര്യം അവള് ചോദിച്ചില്ല. അതെന്താവും? എനിക്കും അതേക്കുറിച്ച് മനസ്സിലായിട്ടില്ല. സത്യത്തില് അമ്മയെക്കുറിച്ചല്ലേ ആദ്യം ചോദിക്കേണ്ടത്. ഒരമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടുന്നുണ്ട്. ബേസിക്കലി ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് അവന്തിക. പക്ഷേ ചിപ്പിയെ സ്വന്തം മകളെക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കുന്നുണ്ട്. കഥയിലെ വില്ലത്തിയുടെ സ്നേഹം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാ അല്ലേ? അവന്തിക ചിപ്പിമോളെ അഡോപ്റ്റ് ചെയ്തത് സ്നേഹം കൊണ്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അടിമുടി ചതിയിൽ പൊതിഞ്ഞൊരു മാംസപിണ്ഡം മാത്രമാണ് ആ സ്ത്രീ. അവർക്ക് ജീവിതത്തില് ആരോടും ഒന്നിനോടും ഒരു സ്നേഹമൊന്നുമില്ല. ചിപ്പിയെ എടുത്തു വളർത്തുന്ന പോലും മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏയ് അല്ല സച്ചി, ഏത് മണലാരണ്യത്തിലും ഒരു നീരുറവ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? കരയല്ലേ? എനിക്കെന്റെ രാജീവേട്ടനെ കാണണം. ആരോടെങ്കിലും ഒന്ന് ചോദിക്ക്. ശിശിരേ, നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ, സംസാരിക്കാം. സർജറി നടന്നുകൊണ്ടിരിക്കാന്നല്ലേ പറഞ്ഞത്. ചേച്ചി ഇങ്ങനെ കരയില്ലേ? രാജീവിനൊന്നും സംഭവിക്കില്ല. സമാധാനിക്കുമോളെ. ഞാൻ എങ്ങനെ സമാധാനിക്കും അമ്മേ? ആരാ എന്റെ രാജീവേട്ടനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഡോക്ടർ, രാജീവന് ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. ചോരയിൽ കുളിച്ചൊരു മാംസപിണ്ഡമാ ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ, മരിച്ചെന്ന് കരുതി ബോഡി മോർച്ചറിയിലേക്ക് മാറ്റാൻ തുടങ്ങുമ്പോഴാ ജീവനുണ്ടെന്ന് കണ്ടത്. വെയിറ്റ് ചെയ്യൂ, ആദ്യം സർജറി കഴിയട്ടെ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? എന്നെ രാജീവേട്ടാ. ചേച്ചി കരയില്ല. ഇത് ACP സാന്ദ്ര തോമസ്. മാഡമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഹലോ മാഡം. മാഡം, ഇത് രാജീവ് സാറിന്റെ അളിയനാണ്, അഡ്വക്കേറ്റ് ഗോകുൽ രാജ്.
പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഓ, കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞോ? സർജറി നടന്നുകൊണ്ടിരിക്കാന്നാ പറഞ്ഞത്. രാവിലെ കുട്ടികൾ ആരോ ആണ് അത് കണ്ടത്. ഇന്നലെ രാത്രി സ്റ്റേഷനിൽ വരുന്നതിനിടയില സംഭവം നടന്നിരിക്കുന്നത്. രാജീവിന്റെ വൈഫ് ഇതാ ശിശിര. രാജീവിനെ ആരോ കരുതി കൂട്ടി കൊല്ലാൻ ശ്രമിച്ചതാ. മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാ. പക്ഷെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ നിങ്ങൾ ഈ വെട്ടിക്കൂട്ടിയതെല്ലാം മരുന്നിന്റെ ബലത്തിൽ അവന്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങും. ഒടുവിലൊരു ദിവസം അവൻ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ നെഞ്ചി വിരിച്ച് നിൽക്കുകയും ചെയ്യും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം. ഇനി മാഡം പറയുന്നത് പോലെ അയാൾ ജീവിച്ചിരുന്നാലും കിടക്കുന്ന കിടപ്പിൽ നിന്ന് അയാൾക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കില്ല. ജീവച്ഛവം പോലെ അങ്ങനെ കിടക്കാം. അതും മാത്രമേ ഇനി പറ്റൂ. എന്തിനാ എഴുന്നേറ്റ് നടക്കുന്നേ? അവന്റെ നാവിന്റെ ബലം തിരിച്ചു കിട്ടിയാ പോരെ? പറഞ്ഞു കൊടുക്കില്ലേ അവൻ പോലീസിനോട്? നമ്മളാണ് ഇതിന് പിന്നിലെന്ന് ഊഹിക്കാൻ അവന് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. പോലീസിനോട് രാജീവ് അങ്ങനെ എന്തേലും പറഞ്ഞ പിന്നെ എനിക്കും തനിക്കും നമ്മുടെ കൂടെ നിന്ന അവന്മാർക്കും എല്ലാവർക്കും കൂടി ജയിലിൽ പോയി കിടന്ന് കമ്പി എണ്ണി കളിക്കാം. അതും ജീവിതകാലം മുഴുവനും. എടോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാള് അയാളെ തീർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ അതെങ്കിലും ഓർക്കണമായിരുന്നു. ശരീരം മുഴുവൻ വെട്ടിക്കീറിയിട്ടും അവന്റെ പ്രാണം മേലോട്ട് കെട്ടിയെടുത്തിട്ടില്ല. ഇനിയിപ്പൊ ഇതിന്റെയൊക്കെ തുമ്പൊടിച്ച് വരും പോലീസ് അന്വേഷണം. അതൊരു സാധാരണ തരത്തിലുള്ള അന്വേഷണം ആയിരിക്കില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണമായിരിക്കും.